നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മോദിയെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. ഉച്ചയ്ക്ക് 2 മണിയോടെ എത്തും. ആവേശമാക്കാൻ റോഡ് ഷോ. നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. സ്ഥാനാർത്ഥിത്വം സമ്മേളനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല BJP എന്ന് കെ സുരേന്ദ്രൻ. ഹിൻഡൻബർഗ് ആരോപണത്തിൽ അദാനിക്ക് ആശ്വാസം. പ്രത്യേക അന്വേഷണം ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി. സെബിക്ക് അന്വേഷണം തുടരാം. പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാൻ കേന്ദ്രം. ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഉടൻ നിലവിൽ വരും. ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യം. മക്കയും മദീനയും പോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവന്റെ സ്ഥാനം ഗ്യാൻവാബി, ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. അയോധ്യ തർക്കഭൂമി ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകന്റെ പ്രതികരണം ന്യൂസ് 18നോട്. നഷ്ടത്തിലോടുന്ന KSRTC ബസ്സുകൾ നിർത്തുമെന്ന് ഗതാഗത മന്ത്രി. AI ക്യാമറ പദ്ധതിയിൽ കെൽട്രോണിനുള്ള കുടിശ്ശിക തീർക്കും. ആന്റണി രാജുവുമായി തർക്കമില്ലെന്നും ഗണേഷ് കുമാർ. ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല, പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് നവവത്സര വിരുന്ന് ഇന്ന്. KCBC പങ്കെടുക്കും. സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു. 12 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം കാസർഗോഡ് മാന്യകുഞ്ചാൽ. രാജ്യത്ത് വൻ ലഹരിവേട്ട. 75 കോടി രൂപയുടെ മെത്താഫെറ്റമിൻ പിടികൂടി. രാജ്യാന്തര മയക്കുമരുന്ന് സംഘത്തിലെ 8 പേർ അറസ്റ്റിൽ. NCB തകർത്തത് ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് കടത്താനുള്ള ശ്രമം. കൗമാര കലോത്സവത്തിനൊരുങ്ങിക്കൊല്ല. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 23 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 14,000 പ്രതിഭകൾ. തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും പുലി. പാചക തൊഴിലാളി സ്ത്രീ പുലിയെ കണ്ടത് സ്കൂളിന് മുന്നിൽ. പരിശോധന നടത്തുമെന്ന് വനംവകുപ്പ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റ് ഇന്ന്. പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യ. മത്സരം 1:30 കേപ്പ് ടൗണിൽ. മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃശൂരിൽ ചെലവഴിക്കും. അതേസമയം സ്ഥാനാർത്ഥിത്വം സമ്മേളനങ്ങളെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല BJP എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. സുരേഷ് ഗോപിയെക്കുറിച്ച് വല്ലാതെ വേവലാതി വേണ്ട. സുരേഷ് ഗോപി തോറ്റിട്ടും തൃശൂരിനായി പ്രവർത്തിച്ചു. ചുവരെഴുത്തുകൾ മാധ്യമങ്ങൾ നന്നായി വായിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വമൊന്നും സമ്മേളനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല BJP. BJPയുടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളുണ്ട്, പ്രോസസ്സുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെക്കുറിച്ച് മാത്രം നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. സുരേഷ് ഗോപി തൃശ്ശൂരിൽ, ഞാൻ ആവർത്തിച്ച് പറയാറുള്ളതാണ്, സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ചകൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ. സുരേഷ് ഗോപി സിറ്റിംഗ് MPയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള, ജനങ്ങളെ സേവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം. ചുമരെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കാൻ മാധ്യമങ്ങളും തയ്യാറാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാലത്തിന്റെ ചുവരെഴുത്ത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, പ്രധാനമന്ത്രി എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. പ്രവർത്തകർ തൃശ്ശൂരിലേക്ക് എത്തിത്തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ?
അഭിലാഷ്, പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഒരു ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ റൗണ്ടിന് ചുറ്റുമുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി നിയന്ത്രിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള കടകളെല്ലാം തന്നെ അടയ്ക്കാൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ആ ഭാഗത്ത്, അതായത് ആളുകൾ നിൽക്കുന്ന ആ റൗണ്ടിന് ചുറ്റുമുള്ള കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും കൃത്യം 2 മണിക്ക് തന്നെ കുട്ടനെല്ലൂരുള്ള കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുക. അതിനുശേഷം അവിടെ നിന്ന് കാർ മാർഗം ജില്ലാ ആശുപത്രിക്ക് സമീപം എത്തും. അവിടെയാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. നായ്ക്കനാൽ വരെ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ്. ഈ റോഡ് ഷോ 3 മണിയോടുകൂടി തന്നെ, കൃത്യം 3 മണിയോടുകൂടി തന്നെ കഴിയും. അതിനുശേഷം 3 മണിക്കാണ് ഈ മഹിളാ സമ്മേളനം ആരംഭിക്കുന്നത്. മഹിളാ സമ്മേളനം ആരംഭിച്ച് കൃത്യം 4 മണിക്ക് തന്നെ പ്രധാനമന്ത്രി മടങ്ങിപ്പോവും. എന്തായാലും കർശന സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് തൃശ്ശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3000-ഓളം പോലീസുകാർ ഇവിടെ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ പരിശോധനകൾ. ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിക്ക് സമീപം തേക്കിൻകാട് മൈതാനിയിലേക്ക് പൂർണ്ണമായും ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. പോലീസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. ഈ പരിപാടി നടക്കുമ്പോഴുള്ള പ്രതിനിധികൾ, ഈ വനിതകളെ മാത്രമാണ് അതിനകത്തേക്ക് കടത്തിവിടുക. സംഘാടകരും മാത്രമാണ് ഉണ്ടാവുക. കർശനമായ പരിശോധന എല്ലാ സ്ഥലത്തും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വാഹനങ്ങൾ മറ്റു പല വഴിക്കുമാണ് ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രവർത്തകരെത്തുന്നതിന് വേണ്ടി 4-5 ഇടങ്ങളിലായി ഓരോ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന, അതായത് 6 ജില്ലകളിൽ നിന്ന് എത്തുന്ന ഓരോ ഈ പ്രവർത്തകരെയും കൊണ്ട് എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകം റൂട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രം വാഹനം നിർത്തി ആളുകളെ ഇറക്കിയ ശേഷം കടന്നു പോകാനുള്ള അനുമതി മാത്രമാണുള്ളത്. എന്തായാലും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെല്ലാം തന്നെ നഗരം വിട്ടിട്ടുള്ള സംവിധാനം മാത്രമാണുള്ളത്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ആലോചിക്കുന്നത്. ഇതിൽ ബഹുഭൂരിഭാഗവും വനിതകളെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയൊന്നും അത്തരത്തിലൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും പ്രധാനമന്ത്രി അത്തരത്തിൽ സുരേഷ് ഗോപിയെ ഒരു സൂചന ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് BJP നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എങ്കിൽ പോലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാകില്ലെങ്കിൽ പോലും ഒരു സൂചന അതിൽ നിന്ന്, പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൃത്യം 2 മണിക്ക് തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തും. അഭിലാഷ്, കൃത്യം 2 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്നു. ന്യൂസ് 18 സമഗ്രമായ കവറേജ് ആണ് നൽകുന്നത്. പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ ഉള്ള ഓരോ ചടങ്ങുകളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 എത്തിക്കും. തൃശ്ശൂരിൽ എത്തുന്ന നരേന്ദ്രമോദി ആദ്യം പങ്കെടുക്കുന്നത് റോഡ് ഷോയിൽ ആണ്. റോഡ് ഷോയിൽ ഉപയോഗിക്കാനുള്ള പ്രത്യേക വാഹനം ഗുജറാത്തിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിനും ഏറെ പ്രത്യേകതകൾ ഉണ്ട്. തൃശ്ശൂരിൽ നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന് തൊട്ടരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം റോഡ് ഷോയിൽ ഈ വാഹനത്തിലാണ് പങ്കെടുക്കാറുള്ളത്. രാജ്യത്ത് എവിടെയാണെങ്കിലും ഈ ഒരു വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യാറുള്ളത്. ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇവിടെ തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീ രഘുനാഥ്, തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റ്, എന്നോടൊപ്പം ചേരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ? മോദിജി ഇന്ത്യയിലെ എവിടെ റോഡ് ഷോ നടക്കുന്നെങ്കിലും ഈ വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഇസുസു. ഗുജറാത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ടീമിനെയാണ് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചെയ്യുന്ന ആളുകൾ കുറവായ കാരണം നമ്മൾ പെട്ടെന്ന് നടത്തേണ്ടി കൊണ്ടുവന്ന ഇത്തരം ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് വരേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുത്തി വളരെ ഗംഭീരമാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മോദിയുടെ എല്ലാത്തിനും ഒരു യുണീക്ക് സ്റ്റൈലാണല്ലോ, അതുകൊണ്ടാണോ ഈ ഒരു വാഹനം തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടത് എല്ലായിടത്തും? അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു യുണീക്ക് എല്ലാം കീപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാഹനം അദ്ദേഹത്തിന്റെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്, രാശിയുള്ള വാഹനമായിട്ട് കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് SPGക്ക് കൈമാറുക. ഇത് ഒരു 1 മണിക്കൂറോടെ നമ്മൾ ഡെക്കറേഷൻ പൂർത്തിയാക്കി SPGക്ക് കൈമാറി. SPG ആണ് ഇത് നേരെ റോഡ് ഷോയ്ക്ക് കൊണ്ടുപോകുക. ഇതില് അദ്ദേഹത്തിന് പുറമെ മറ്റാരൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ അറിവിൽ മോദിജി മാത്രമാണ്. പിന്നെ PM ഓഫീസും അദ്ദേഹം തീരുമാനിച്ചാൽ അതിൽ ചിലപ്പോൾ വേറെ ആളുകളെ കയറ്റാൻ അവർ പെർമിറ്റ് ചെയ്താൽ അവർ കയറും. അതാരാണ് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും SPG ഇതിൽ തന്നെയായിരിക്കും. ഇതിലും ഉള്ളിൽ അവരുടെ ഏറ്റവും അടുത്ത SPG റോളിലുള്ള ഓഫീസേഴ്സും ഉണ്ടായിരിക്കും. ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ വെച്ചാണ് അപ്പോൾ അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് അദ്ദേഹം കാറ് മാറിയിട്ട് ഇതിലേക്ക് കയറി നേരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും.
സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ കാണുമ്പോൾ റൗണ്ടിൽ ഇപ്പോൾ തന്നെ 2 ബാരിക്കേഡ് വെച്ച് 2 വശത്ത് ആളുകൾ അണിനിരക്കാറുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു. 2 ലക്ഷം പേർക്കുള്ള കസേരകൾ നിരത്തി കഴിഞ്ഞു. മുൻപൊക്കെ അമിത്ഷാ ആണെങ്കിലും മോദി ആണെങ്കിലും തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ അത്രയും അധികം ഒരു ആവേശത്തോടെയുള്ള മുന്നൊരുക്കം എന്താണ് അതിന്? കഴിഞ്ഞ 9 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രഖ്യാപിക്കുകയല്ല, നടപ്പിലാക്കി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹം ജനങ്ങൾക്ക് നേരിട്ടെത്തിച്ചു. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു. നേരത്തെ ഇടനിലക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി. പ്രധാനമന്ത്രി പ്രധാനമായിട്ടും ഉജ്ജ്വല യോജന ഏറ്റവും കൂടുതൽ അദ്ദേഹം കാണുന്ന വനിതകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതികളാണ്. ഉജ്ജ്വല യോജനയാണെങ്കിലും അതുപോലെ തന്നെ സംവരണം ഏർപ്പെടുത്തിയ കാര്യത്തിലാണെങ്കിലും, സംവരണം ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു സമ്മേളനമാണ്, മഹിളാ സമ്മേളനമാണ് ഇന്ത്യയിൽ തൃശ്ശൂർ നടക്കുന്നത്. ഇനി ഒരുപാട് നേതാക്കൾ വരാനുള്ള സാധ്യത തള്ളിക്കളയൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം വരും. ഇത് അദ്ദേഹത്തിന്റെ തുടക്കമാണ്, 3ാം വരവാണ്. 3ാം വരവ് ഗംഭീരമാക്കാനുള്ള ഒരുക്കമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സജഷൻസ് ഇങ്ങനെ വേണമെന്നോ അങ്ങനെ ഇല്ല, നമ്മളൊരു സജഷൻ കൊടുത്തവർക്ക് പിന്നെ അവരുടേതായ ഒരു സ്റ്റൈലിൽ അവർ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള മോഹൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് എന്റെ ആള് ചെയ്യുന്ന, ഡെക്കറേറ്റ് ചെയ്യുന്ന ആള്. അദ്ദേഹം എല്ലാ തവണയും അദ്ദേഹം തന്നെയാണോ? അദ്ദേഹം തന്നെയാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം അല്ലേ? ഹായ്, ആർ യു സ്റ്റിൽ മലയാളം അറിയും? എല്ലാ തവണയും മോദിയുടെ വാഹനങ്ങൾ താങ്കൾ തന്നെയാണോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അടുത്ത്? ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ദിശയിൽ പറഞ്ഞിട്ട് ആൾ വിളിച്ചു, അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ് പ്രത്യേകത? എന്തൊക്കെ പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മാരിഗോൾഡ് ഫ്ലവേഴ്സ്, പിന്നെ ഹൈബ്രിഡ് ക്രിസാന്തം, റോസ്, കൽക്കത്ത ക്രിസാന്തം, കുറച്ച് ലീവ്സ്, അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ്? ഇല്ല, ആക്ച്വലി നമുക്ക് പിക്ചർ അയച്ചിട്ടുണ്ട്, അതേപോലെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രമാത്രം എന്ത് തോന്നുന്നു? സന്തോഷം എന്ന് പറയും. എങ്ങനെയാണ് മോദി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഒരു? നല്ല സന്തോഷമുണ്ട്. ഇതിന് മുമ്പ് എവിടെ ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേ ഈവെന്റിന് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്തമാണ് ഇതല്ലേ? തന്നെ തീർച്ചയായും. എന്താണെങ്കിലും അലങ്കാരപ്പണി തുടരുകയാണ്. അല്പസമയത്തിനത് പൂർത്തിയാകും. അതിനുശേഷം SPGക്ക് ഈ വാഹനം കൈമാറും. തുടർന്ന് നമ്മൾ ഉച്ചയ്ക്ക് കാണാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൽ നരേന്ദ്രമോദി തൃശ്ശൂർ റൗണ്ടിലൂടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കുന്നതാണ്. എന്നാണെങ്കിലും തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ വരവ്, മഹിളാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അദാനിക്ക് ആശ്വാസം. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണമില്ല. ആവശ്യം തള്ളിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് സെബിക്ക് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ. ഇതിനുള്ള ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഉടൻ നിലവിൽ വരും. പോർട്ടൽ വഴി 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, ജെയിൻ, ബുദ്ധ വിഭാഗങ്ങൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാം. 2019 ഡിസംബറിൽ ബിൽ പാസാക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അരങ്ങേറിയിരുന്നു. തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും പുലി. പൊന്മുടി LP സ്കൂളിന് മുന്നിലാണ് പുലിയെ കണ്ടത്. സ്കൂളിലെ പാചക തൊഴിലാളിയായ സ്ത്രീയാണ് പുലിയെ കണ്ടത്. ഞാൻ രാവിലെ 7:30 മണിയായപ്പോൾ സ്കൂളിൽ പാചകത്തിനായിട്ട് വന്നതാണ്, കാപ്പി ഉണ്ടാക്കാൻ. വന്ന സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ ചുമച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മുൻ വശത്തോട്ട് ഓടി അങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോൾ പുലിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, നെഞ്ചിടിപ്പും വല്ലാതെയൊക്കെ വന്ന്. ഞാൻ പിന്നെ അടുത്തുള്ള ഒരാളുടെ ചെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് എല്ലാവരും വന്നു, പോലീസുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും വന്നു. അങ്ങനെ വേറെ എനിക്കൊരു നെഞ്ചിടിപ്പും വെപ്രാളമൊക്കെ ഉണ്ടായി. കഴിഞ്ഞയാഴ്ച പോലീസ് സ്റ്റേഷന് മുന്നിലും പുലിയെ കണ്ടിരുന്നു. പരിശോധന നടത്തുന്നുവെന്ന് വനംവകുപ്പ് അറിയിച്ചു. കടുവയെ നേരിൽ കണ്ടതോടെ കടുത്ത ഭീതിയിലാണ് വയനാട് പുൽപ്പള്ളിയിലെ പാടിച്ചിറ, ചൂനാട്ടുകവല ഗ്രാമങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മേഖലയിൽ കടുവയെയും 3 കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നിരവധി തവണ നേരിൽ കണ്ടത്. ഇതോടെ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. കടുവയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബത്തേരി MLA IC ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മേഖലയിൽ കടുവയെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് പുൽപ്പള്ളിയിലെ പാടിച്ചിറ ചൂനാട്ടുകവല ഗ്രാമങ്ങൾ. കടുവയെയും 3 കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നേരിൽ കണ്ടത്. ഇതിനു പിന്നാലെ ചെതലത്ത് റേഞ്ച് ഓഫീസിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മേഖലയിൽ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിയമം അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കന്നുകാലിനെ പിടിക്കുന്നവരും മനുഷ്യരെ പിടിക്കുന്നവരും വരെ നോക്കി നിന്നാൽ ഇവിടെ ജനങ്ങൾ ഇവിടുന്ന് വിട്ടുപോകേണ്ട ഗതിയോടുണ്ടായതുകൊണ്ട് അത്തരത്തിൽ ഉടനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ജനകീയമായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഞാൻ പണിക്കായിട്ട് പോകുമ്പോഴാണ് ഇതിനെ കാണുന്നത്. യാദൃശ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. ഞാൻ പേടിച്ച് പോവുകയും ചെയ്തു. അത് ആ പറമ്പിൽ നിന്ന് ആ പറമ്പിലേക്ക് ക്രോസ് ചെയ്യാറുമാണ് ഞാൻ കണ്ടത്. അതേസമയം ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജാഗ്രതാ സമിതി വിളിച്ച് കടുവാ ഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ബത്തേരി MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം 3 ദിവസമായി പ്രകടമായിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഇവിടെയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് CCFനും അതോടൊപ്പം തന്നെ DFOയ്ക്കും റേഞ്ച് ഓഫീസർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ചെതലയം റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും തെരച്ചിൽ തുടരാനും തീരുമാനമായി. അതേസമയം ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്ത് നഷ്ടത്തിലൊടുന്ന KSRTC ബസ്സുകൾ നിർത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തും. ജനപ്രതിനിധികൾ പരിഭവിക്കരുത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. AI ക്യാമറ പദ്ധതിയിൽ കെൽട്രോണിന് കൊടുക്കാനുള്ള പണം നൽകും. ഇതിനായി ധനകാര്യമന്ത്രിയുമായി സംസാരിക്കും. അധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ എത്തി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാൻ ഇവിടെ ഇരുന്നാലേ ഈ വകുപ്പുകളുടെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നെ 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ ആരെയും സന്ദർശകരെ കാണുന്നില്ല. ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവ് ആരാണ്? ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട. അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനികളുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടിയൊന്നും നിർത്തില്ല. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത്, കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണ് പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിന് ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. മുൻ മന്ത്രി ആന്റണി രാജുവുമായി തർക്കമില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആന്റണി രാജുവുമായി നല്ല ബന്ധമാണുള്ളത്. തന്റെ അച്ഛനൊപ്പം ആന്റണി രാജു MLA ആയിരുന്നുവെങ്കിൽ താനും അച്ഛനൊപ്പം MLA ആയിരുന്ന ആളാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല, പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. മുഖ്യമന്ത്രി ഒരുക്കുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്ന് ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ. വിവാദ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഉച്ചയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന്. പ്രതിപക്ഷം വിരുന്നിൽ പങ്കെടുക്കില്ല. ഗവർണറെ ക്ഷണിച്ചിട്ടുമില്ല. അയോധ്യയ്ക്ക് ഒപ്പം കാശിയിലെ ഗ്യാൻ വാപിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻ വാപിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യം ഉള്ളതാണ് കൃഷ്ണ ജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ല എന്നും KK മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് KK മുഹമ്മദ്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻ വാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ
മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമ്മാനിക്കാൻ വജ്രമാല നിർമ്മിച്ചിരിക്കുകയാണ് സൂറത്തിലെ ജ്വല്ലറി ഉടമ കൗശിക് കാകതീയ. അമേരിക്കയിൽ നിന്ന് എത്തിച്ച 5000 വജ്രങ്ങൾ ഉപയോഗിച്ച് 35 ദിവസം എടുത്താണ് 700 ഗ്രാം തൂക്കമുള്ള വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനാണ് സൂറത്തിലെ രാജേഷ് ജ്വല്ലറി ഡയറക്ടർ കൗശിക് കാകതീയ വജ്രമാല നിർമ്മിച്ചത്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വജ്രങ്ങൾക്ക് പുറമെ 2 കിലോഗ്രാം വെള്ളിയിലുമായാണ് ഈ മാല ഒരുക്കിയത്. രാമക്ഷേത്രമാണ് വജ്രമാല നിർമ്മിക്കാൻ പ്രചോദനമെന്ന് കൗശിക് കാകതീയ പറഞ്ഞു. ये जो हमने राम मंदिर बनाया है इसमें 5000 से प्लस अमेरिकन डायमंड यूज हुए हैं और ये 2 किलो चांदी में बना हुआ है. इसका मेन ये जो बनाया हमने इसके में जो प्रेरणा मिली, ये जो अभी अयोध्या में जो नवनिर्मित हो रहा है राम मंदिर, वहीं से हमें प्रेरणा मिली है. इसमें जो छोटे छोटे जो दिख रहे हैं ना आपको नक्शी काम, उसमें जो रामायण के जो मेन पात्र है, जो मेन अध्याय है, उसको हमने इसमें दर्शाने की ट्राई की हुई है पूरी. ക്ഷേത്ര മാതൃകയ്ക്കൊപ്പം ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാനെയും വജ്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. വിദഗ്ധരായ 40 സ്വർണ്ണപ്പണിക്കാർ 35 ദിവസമെടുത്താണ് വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ये हमने बनाया 30 दिनों में बनाया हुआ है और 40 से ज़्यादा वर्करों की मदद से ये काम हुआ है. ये नेकलेस का हम जो अभी राम मंदिर का जो इनोग्रेट होने वाला है, तभी हम राम अयोध्या में वहाँ पे हम भेंट देना चाह रहे हैं. അമൂല്യ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ മാല ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുമെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് കൗശിക്കിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിസ്റ്റർ മരിയാൻ എടയാടി സ്മാരക സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കുട്ടനാട്ടിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. സ്കോളർഷിപ്പ് അവാർഡ് സമ്മേളനം ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ തോമസ് കെ തോമസ്, ചാണ്ടി ഉമ്മൻ, തങ്കം തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ, വെള്ളി ഗ്രാം 80, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3654 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.